ഇതാ ജോർജ് കുട്ടിയല്ലേ? അതെ അതെ. ഇയാൾക്കെതിരെയുള്ള കേസ് എവിടെ വരെ ആയി? വെറും 4ാം ക്ലാസ്സുകാരൻ നാട്ടുംപുറത്തുകാരന്റെ ബുദ്ധി അല്ല അയാൾക്കുള്ളത്. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ജോർജ് കുട്ടി നല്ലൊരു മനുഷ്യനാണ്. എവിടെയോ കണ്ടുമറന്നൊരു മുഖം. എന്താ കാര്യം? വെറും ഒരു സിനിമാ മോഹിയായിട്ട് സാർ എന്നെ തള്ളിക്കളയരുത്. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഞാനത് പറയാം. സിനിമ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടതും സിനിമയിൽ കണ്ടതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കഥയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ സിനിമയായ പോരാ, ഒരു ഗംഭീര സിനിമ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വളരെ സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ്. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ? കുളിമുറി പോയി നോക്ക്. നീ ഇവിടെ കുളിക്കാൻ വരുന്നു? കുറച്ച് പിശുക്കും നല്ലൊരു കുടുംബവും ഒക്കെയുള്ള ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ള ആളാണ്. വളരെ രസകരമായി പോകുന്ന ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ശരിക്കും ആക്ച്വലി 2 കുടുംബങ്ങളുടെ കഥയാണ്. അതെ അതെ അതെ, വളരെ സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്ന് കിട്ടുന്ന അറിവല്ല യഥാർത്ഥ അറിവ്. പേപ്പർ വായിക്കാത്ത അക്ഷരം എങ്ങനെ അറിയാം? അയ്യോ, ഞാൻ പാവപ്പെട്ട ഒരു നിരക്ഷരനാ സാറേ. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കി. ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇക്കാലത്ത് പത്രം വായിച്ചിട്ടൊന്നും വലിയ പൊതുവിജ്ഞാനം കിട്ടത്തില്ല. നാടോടുമ്പോ നടുവേ ഓടണം, നാടോടുമ്പോ നടുവേ ഓടണം, നാടോടുമ്പോ നടുവേ ഓടണം. നിനക്ക് എപ്പോഴും ഈ ഓട്ടത്തിന്റെ കാര്യം പറയാനേ സമയമുള്ളോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, റോഡിന്റെ നടുവിലോട്ട് ഇറങ്ങി കുറെ സമയം ഓട്. ഞങ്ങൾക്കുണ്ട് ഇങ്ങനെ പല ആഗ്രഹങ്ങൾ. ആ സ്ഥലം വിറ്റ് നമ്മൾ തിയേറ്റർ മേടിക്കും. ഇക്കാലത്ത് കുറച്ചൊക്കെ മറ്റുള്ളവരെ കാണിച്ച് ജീവിക്കണം. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇന്ന് എന്തായിരുന്നു സീൻ? ബെഡ്റൂം സീനോ കുടി സീനോ? എന്ത് ഒരു തുണിയില്ലാതെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ തന്റെ ആശയങ്ങൾക്ക് ഭയങ്കര ലൈഫ് ഉണ്ടോ? ജോർജ് കുട്ടി ചേട്ടനൊരു സിനിമ സംവിധാനം ചെയ്തോ? സിനിമ മുടങ്ങി. വർഷങ്ങളായുള്ള എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാനും ഈ ലോകത്ത് എനിക്ക് സ്നേഹിക്കാൻ മറ്റാരാ ഉള്ളത്? അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നേടുന്നു എന്നൊരു തോന്നൽ. എല്ലാ കുടുംബങ്ങളിലും മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. നമ്മൾ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ആരെയും സമ്മതിക്കില്ല. എനിക്ക് ജയിലിൽ പോവാൻ പേടിയാ. മോള് ജയിലിൽ പോവാനോ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴോ? ഒരിക്കലും നടക്കില്ല. ഇത് അച്ഛന്റെ വാക്കാ. ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആരും ജയിലിൽ പോവില്ല, അതെന്റെ വാക്കാ. ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലേ പിന്നെ ജീവിച്ചിരിക്കില്ല. മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് പൊറുക്കണം. എല്ലാം വളരെ ലാഘവത്തോടെ എടുക്കാൻ ജോർജ് കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ഞാൻ നിങ്ങളെ വിശ്വസിച്ചോട്ടെ. ജോർജ് കുട്ടിക്ക് ഭയം ഉണ്ടാവും. അയാള് ഒരു മനുഷ്യനല്ലേ, എപ്പോ വേണേലും പിടിക്കപ്പെടാവുന്ന ഒരാളല്ലേ. അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ ഒന്ന് തിരിഞ്ഞു പോകും. ഈ സംഭവങ്ങൾ പോലീസിനെ തെളിയിക്കാൻ ഒരേ ഒരു തെളിവേ ഉള്ളൂ, നമ്മുടെ ഭയം. എന്താ നീ അങ്ങനെ ചോദിച്ചേ? ജോർജ് കുട്ടി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കും അറിയില്ല. ഞാനും അയാൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനാണ്. മനസ്സിലുള്ള ഭയം നമ്മൾ എത്രയൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ട്രിഗർ ചെയ്യും.
ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലാവരും ആശ്വാസത്തിന് എൻ്റെ മുഖത്താണ് നോക്കുന്നത്. എനിക്ക് കരയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പേടിയാ സാറേ. 15 മിനിറ്റ് കൊണ്ട് അയാൾ ആ കഥ പറഞ്ഞു. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. എന്തായിരുന്നു ആ കഥ? അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ. കുറ്റബോധം പേറി ഏത് നിമിഷവും പോലീസിനെ ഭയന്നുള്ള ഈ ജീവിതം. അതിനെക്കുറിച്ചുള്ള ഭയമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അയാൾക്കൊരു റെവലേഷൻ, ഒരു വെളിപാടുണ്ടാകേണ്ട സമയമായി. ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾ പ്രായച്ചിത്തം ചെയ്തേ മതിയാകും. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? I fear it's the beginning of something. അപ്പോൾ അയാൾ അയാളുടെ ജീവിതമാണ് സിനിമ. അപ്പൊ അയാൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും അവസാനിച്ചിട്ടില്ല. അവരിനിയും വരും. നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ ഈ അന്വേഷണം ഉണ്ടാകും. എന്തിനും കൂടെ ഉണ്ടാകുന്ന കരുതിയ നാട്ടുകാരും ശത്രുക്കളായി. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഞാൻ നിങ്ങളെ വിശ്വസിച്ചോട്ടെ. നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോയില്ല. ചേട്ടന്റെ സിനിമ അടുത്ത കാലത്തെങ്ങാൻ നടക്കുമോ? കഴിഞ്ഞ കഥ ഇനി അവസാനിച്ചിട്ടില്ല. ജോർജ് കുട്ടി, ഒരു ദിവസം നിന്നെ എന്റെ കൈ കിണയും കിട്ടും. അന്ന് ഞാൻ എടുത്തോളാം.